ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിദ്ധാർത്ഥ വ്ളോഗ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ 10ാമത്തെ എപ്പിസോഡാണ്. വിഷയം പ്രോസസ്ഡ് ക്യാൻ ഫുഡ് ആൻഡ് ടെട്രാപാക്ക് ഫുഡ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോകോത്തര നിലവാരമുള്ള സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളെല്ലാം വന്നു കഴിഞ്ഞു. ലോകത്തിലെവിടെയും കിട്ടുന്ന സാധനങ്ങൾ ഇന്ന് നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ക്യാൻഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ അവർ കൂടുതലായിട്ടും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതെല്ലാം ക്യാൻഡ് ഫുഡുകളാണ്. മാത്രമല്ല നമ്മുടെ ഹോട്ടൽസ്, കാറ്ററിംഗ് കമ്പനി, ഇതിലെല്ലാം ക്യാൻ ഫുഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫ്രഷ് സാധനങ്ങൾ നമുക്ക് കിട്ടാനുണ്ടെങ്കിലും ചില ഡിഷുകൾ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഈ പ്രോസസ്ഡ് ക്യാൻ ഫുഡ് വേണം. അപ്പോൾ പണ്ട് കാലത്ത് ഗൾഫിലെല്ലാം പോയിരുന്ന ആളുകൾക്ക് അവർക്കറിയാം, ഒരു 50 വർഷം മുൻപൊക്കെ ഗൾഫിൽ പോയിരുന്ന ആളുകൾക്ക് മിക്ക സാധനങ്ങളും ടിൻ ഫുഡുകളാണെന്ന് കിട്ടിയിരുന്നത്. മനസ്സിലായില്ല? ഇപ്പോൾ വെജിറ്റബിൾ കറി, ചിക്കൻ കറി, ഫിഷ് കറി, അതേപോലെ തന്നെ ജ്യൂസുകളെല്ലാം ടിന്നിലാണ് വരിക. അന്ന് ഈ പെപ്സി, കൊക്കക്കോലയൊന്നും ടിന്നിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു, എല്ലാം ബോട്ടിലുകളായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിലും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് പ്ലാസ്റ്റിക് ബോട്ടിലും അതേപോലെ തന്നെ ഈ ടിൻ ഫുഡൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കടയിലും കിട്ടും ടിൻ ഫുഡുകളും. ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ടിൻ ഫുഡുകൾ. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ബട്ടൺ മഷ്റൂം, അതേപോലെ തന്നെ ഫ്രൂട്ട് സലാഡുകൾ, ഈ മാക്കറൽ ഫിഷുകൾ, അതേപോലെ ബാക്ക്ഡ് ബീൻസ്, ബേബി കോണ്, രസഗുള, ഗുലാബ് ജാമുൻ, അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, കോക്കനട്ട് മിൽക്ക്, പെപ്സി, കോല മുതലായ സാധനങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിദേശീയർ പറയുന്നത് ടിൻ ഫുഡ് സേഫർ ദാൻ അതർ ഫുഡ് എന്നാണ് പറയുക. വളരെ സേഫാണെന്ന് പറയുക. കാരണം അവർ ക്യാൻ പൊട്ടിച്ച് അതും ചൂടാക്കുക പോലും ചെയ്യാതെ റൊട്ടിയോ അല്ലെങ്കിൽ കുബൂസൊക്കെ ഉപയോഗിച്ച് കഴിക്കുക ചെയ്യുക. അത്രമാത്രം സേഫാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഇരിക്കുന്ന അപകടങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതി, അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ ഈ എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ടിൻ ഫുഡ് വാങ്ങുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഹോൾഡ്, അതായത് ഈ ടിന്നിന് ഹോള് വീണിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിലൊക്കെ, ഇപ്പോഴല്ല, മരത്തിൻ്റെ പെട്ടികളായിരുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ പെട്ടീന് ആണിയടിക്കും. ഈ ആണിയടിക്കുന്ന സമയത്ത് ടിന്നിൽ കൊണ്ടു കഴിഞ്ഞാൽ ടിന്നിന് ഹോള് വരും. ആ ഫുഡ് കണ്ടാമിനേറ്റഡ് ആയി പോകും, കേടുവന്നു പോകും. അതുകൊണ്ട് അത്തരം സാധനങ്ങൾ വാങ്ങരുത് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പം അത് പോയി. കാരണം ഇപ്പം എല്ലാം കാർഡ്ബോർഡ് പെട്ടികളാണ്, നല്ല സ്ട്രോങ് കാർട്ടണുകളിലാണ് ഇപ്പോൾ സാധനം വരുന്നത്. അപ്പം അതിന് പ്രസക്തിയില്ല. പക്ഷേ റസ്റ്റഡ്, ഇത് കണ്ടില്ലേ, റസ്റ്റഡ് ടിൻസ്, ഇങ്ങനത്തെ ടിന്നുകൾ കണ്ടാൽ വാങ്ങാതിരിക്കുക. മറ്റൊന്ന് ഡെൻറ്റഡ് ടിൻസ്, ഞെളുങ്ങിയ ടിന്നുകൾ, ഇങ്ങനെയുള്ള ടിന്നുകൾ കണ്ടാൽ വാങ്ങരുത്. മറ്റൊന്ന് ബൾജിഡ്, ഈ ടിന്നുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 സൈഡ് ഇങ്ങനെ വീർത്തിരിക്കും.
ആ ഫുഡ് കേടുവന്നു, അതുകൊണ്ടാണ് അതങ്ങനെ വീർത്തിരിക്കുന്നത്. അത്തരം കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അത് വളരെ പ്രധാനമാണ്. എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കുക. എക്സ്പയറി ആവുന്നതിന് മുൻപ് തന്നെ 1-2 മാസങ്ങൾക്ക് മുൻപ് തന്നെ അത് മേടിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹോൾഡ്, റസ്റ്റി, ഡെൻറ്റഡ്, ഈ ബൾജ്ഡ് സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം, ഈ ടിൻ ഫുഡുകൾ സാധാരണ ടിന്നുള്ളത് കൊണ്ട് മറ്റ് തുരുമ്പ് പിടിക്കാത്ത ടൈപ്പുള്ള ടിന്നുകളുമുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് മാതിരിയുള്ള ഇതൊന്നും പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല. കണ്ടില്ലേ, ഇതിന് വ്യത്യാസമുണ്ട്. അപ്പം ഈ ടിന്നുകൾ ഫുഡ് പാക്ക് ചെയ്യുന്നതിനേക്കാളും മുൻപ് ഈ ടിന്നിനെ ഗാൾവനൈസ് ചെയ്യണമെന്നാണ് നിയമം. ഗാൾവനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെറ്റൽ പൂശുക എന്ന് പറയും, മെറ്റൽ കോട്ടിങ്. പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മൺപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും ഓട്ട് പാത്രങ്ങളുമാണ്, പിച്ചളപ്പാത്രങ്ങളും ഉണ്ടായിരുന്നത്. പിന്നീടാണ് അലൂമിനിയം പാത്രം വരുന്നത്. അതിന് ശേഷമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത്. അപ്പോൾ ഈ ചെമ്പ് പാത്രങ്ങളിലും അതേപോലെ തന്നെ പിച്ചളപ്പാത്രങ്ങളിലെല്ലാം ഭക്ഷണം പാചകം ചെയ്യുകയോ സൂക്ഷിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഈയം പൂശുക എന്ന് പറയും, ഒരുതരം കോട്ടിംഗ് ആണത്. അതേപോലെ തന്നെ ഈ ടിന്ന് ഗാൾവനൈസ് ചെയ്യണമെന്ന് പറയാം. ഗാൾവനൈസ് ചെയ്യുന്നത് നമ്മൾ സിങ്ക് എന്ന മെറ്റൽ കൊണ്ടാണ്, നാഗം. അപ്പം ഞാൻ മേൽപ്പറഞ്ഞ ഹോൾഡ്, ഡെൻറ്റഡ്, റസ്റ്റി ടിന്നുകളാവുമ്പോൾ ഈ ഫുഡ് ടിന്നുമായി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പോയ്സനാണ്. പോയ്സൺ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത്. കാരണം പോയ്സൺ എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് തന്നെ ശരീരം തളർന്നു പോവുക, മരണം തന്നെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ റസ്റ്റി, ഹോൾഡ്, അതേപോലെ തന്നെ ഡെൻറ്റഡ്, എക്സ്പയറി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പണ്ട് ഗൾഫിലൊക്കെ പോയിരുന്ന ആൾക്കാർക്ക്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഈ പ്രോസസ്ഡ് ഗ്രീൻ പീസ് നമ്മുടെ നാട്ടിൽ ഇതിന് ഗൾഫിൽ പറയുക മട്ടർ എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഒരു സംസാര ഭാഷ എങ്ങനെയെന്ന് പറഞ്ഞാൽ മുട്ട മട്ടർ എന്ന് പറയും. മുട്ട എന്ന് പറഞ്ഞാൽ കോഴിമുട്ട, മട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ പീസ്. അത് പ്രോസസ്ഡ് ഗ്രീൻ പീസ് വരുന്നത് സോൾട്ട് വാട്ടറിലാണ്. അപ്പോൾ നമുക്ക് ടിൻ ഓപ്പണർ ഇതേപോലെയുള്ള ബക്കിളല്ലെങ്കിൽ നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് വേണം അതിനെ തുറക്കണമെങ്കിൽ. അപ്പോൾ ഇത്തരം ടിന്നുകൾ ഇതിന് നമ്മൾ ടിൻ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. ഇതേപോലെയുള്ള ടിന്നാണ് ജസ്റ്റ് ആ ബക്കിളിങ് വലിച്ച് തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ ടിൻ തുറന്ന് ഒരു ഫ്രൈ പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് മുളകും കുറച്ച് മുളക് പൊടി അതേപോലെ തന്നെ വേപ്പില എല്ലാം ഇട്ടതിന് ശേഷം ഈ ഗ്രീൻ പീസ് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മുട്ടയും പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടങ്ങ് ഇളക്കി കഴിഞ്ഞാൽ മുട്ട മട്ടറായി. അതേപോലെ തന്നെ മറ്റൊരു ഡിഷാണത് ഈ ഫിഷ് ടിൻ, ടൂണ ഫിഷ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് ഓയിലിൽ വരുന്നത്, 2 സോൾട്ട് വാട്ടറിൽ വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ, ഇന്ത്യൻ സാധനമാണ്. അതേപോലെ തന്നെ ഇതെല്ലാം ഇന്ത്യൻ സാധനങ്ങൾ തന്നെ. ട്രക്ക്, അതേപോലെ തന്നെ ഈ ബാഗ്ഡ് ബീൻസ് ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പോലെ തന്നെ നമ്മൾ ഈ പൊട്ടിച്ച് ഇതിനകത്ത് ടൂണ ഫിഷാണ്, 2 പീസ് ഉണ്ടാവും. ഇത് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉള്ളി ഒഴിച്ച് അതിനെ ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി
മുളക്, കുറച്ച് ഇഞ്ചി, വേപ്പില എല്ലാം ഇട്ടതിന് ശേഷം ഈ സാധനം പൊട്ടിച്ച് അതിലേക്ക് ഇടുക. ആ ചട്ടം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒരു 50 ഗ്രാം ടൊമാറ്റോ പേസ്റ്റ്, ടൊമാറ്റോ പ്യൂരി എന്നുള്ള പേരിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇവിടെ വളരെ കുറച്ചാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും അത് 50 ഗ്രാം 100 ഗ്രാം ടിന്നിൽ വരുന്നുണ്ട്. ആ ടൊമാറ്റോ പ്യൂരി കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് ശരിയായ ടേസ്റ്റ് വരും. പ്യൂരി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിനാവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഡിഷായി. മനസ്സിലായില്ലേ? അതേപോലെ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ രസഗുള, അതേപോലെ തന്നെ ഗുലാബ് ജാമുൻ, ഇതെല്ലാം നമുക്ക് ടിന്നിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ്, ഇപ്പോൾ പൈനാപ്പിള്, മാംഗോ, പിയർ, പീച്ച്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഷുഗർ വാട്ടറിൽ നമുക്കവിടെ ഗൾഫിൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ടിൻ ഫുഡ് സേഫർ ദാൻ അതർ ഫുഡ് എന്നാണ്. അതിൽ പ്രശ്നങ്ങൾ മാത്രം പഠിച്ചാൽ മതി. രണ്ടാമതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ടെട്രാ പാക്ക് ഫുഡാണ്. ഒരു 1976-77 കാലത്താണ് ഈ ടെട്രാ പാക്ക് ആദ്യമായിട്ട് ലോകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 7 ലെയറാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം സുലഭമായിട്ട് കിട്ടുന്നതാണ് 1 ലിറ്റർ ജ്യൂസ്. ഇതിന് ഉപയോഗിക്കുന്നത് ജ്യൂസ്, ലോങ് ലൈഫ് മിൽക്ക്, അതേപോലെ തന്നെ ഫ്ലവേർഡ് മിൽക്ക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുക. ഇതിപ്പോൾ 1 ലിറ്റർ ആണെങ്കിൽ നമുക്കിവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും 200 ml പാക്കറ്റുകൾ. ഇതെല്ലാം 200 ml പാക്കറ്റുകളാണ്. ഇതല്ല മിൽക്കാണ്, ഫ്ലവേർഡ് മിൽക്കാണ്, സോയ മിൽക്കാണ്. ഇതെല്ലാം ജ്യൂസുകളാണ്. ഈ പാക്കറ്റ് എന്ന് പറയുന്നത് 7 ലെയറുകളാണ്. പേപ്പറിൻ്റെ 7 ലെയറുകൾ. അതിൽ ഫുഡ് നിറയ്ക്കുന്ന അതിനകത്ത് ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് അലൂമിനിയം ഫോയിൽ കോട്ടഡാണ്. അതിനുശേഷം ബാക്കി വരുന്ന 6 ലെയർ, ഇങ്ങനെ ടോട്ടൽ 7 ലെയർ. ഇതെല്ലാം ഓട്ടോമാറ്റിക് മെഷീനിലാണ് മടങ്ങി തിരിഞ്ഞ് വന്ന് ഇതിനകത്ത് ഇത് പാക്ക് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ 1 ലിറ്റർ അല്ല, സ്മോൾ പാക്കറ്റ് ആണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റിയ അലുമിനിയം ഫോയിൽ. ഇതിനകത്ത് സ്ട്രോ ഇൻസെർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇപ്പോൾ ആദ്യം സാധനം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തി അതിനുശേഷമാണ് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം ഇത് ഗോഡൗണിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. ആ സൂക്ഷിക്കുന്ന സമയത്ത് ഇതിൻ്റെ കാർട്ടണുകൾ, 1 ലിറ്ററിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ ഇത് 12 എണ്ണത്തിൻ്റെ ഒരു കാർട്ടണായിരിക്കും. അത് 5 6 കാർട്ടണിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല, അടുക്കി വയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചെറിയ ഇത്തരം പാക്കറ്റുകളാണെങ്കിൽ 15 കാർട്ടണിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, 6 കാർട്ടണ് നിരത്തി വെച്ചാൽ ഇനി കൂടിക്കഴിഞ്ഞാൽ ഈ താഴെയുള്ള കാർട്ടൺ അങ്ങ് പ്രസ്സായി പോകും. അങ്ങനെ പ്രസ്സായി വരുന്ന സമയത്ത് ഇതിനകത്ത് എയർ പെട്ടെന്ന് പുറത്തേക്ക് പോകാനും ഈ സാധനം കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 15 ദിവസത്തിന് ശേഷം വീണ്ടും ലാബ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഈ സാധനം മാർക്കറ്റിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് നിയമം. അത് തന്നെ കാർട്ടണ് വീഴാൻ പാടില്ല, എറിയാൻ പാടില്ല. അതേപോലെ ഇപ്പോൾ സൂക്ഷിക്കുന്ന ഗോഡൗണിൽ പാറ്റകളോ എലികളോ ഉറുമ്പുകൾ പോലും വരാൻ പാടില്ല. കാരണം ഇത് പേപ്പറായതുകൊണ്ട്. അപ്പം അങ്ങനെ വല്ല ഉറുമ്പോ മറ്റോ ഹോള് ഉണ്ടാക്കുകയാണെങ്കിൽ, പാറ്റയോ മറ്റോ ഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാക്കറ്റ് കേടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിന്
നമുക്കതിൻ്റെ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ അവരതിൻ്റെ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് കൂടി പറഞ്ഞു തരും. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള ശബ്ദം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അതല്ല വേറെ തരത്തിലുള്ള ശബ്ദമാണ് വരുന്നതെങ്കിൽ നോക്കൂ, കണ്ടില്ലേ, ഇങ്ങനെയുള്ള ശബ്ദമാണ് വരുന്നതെങ്കിൽ ഈ സാധനം ശ്രദ്ധിക്കണം. അത് കാരണം ചിലപ്പോൾ അത് കേടുവന്നിട്ടുണ്ടാവും. കേടുവരിക എന്ന് പറഞ്ഞാൽ പുഴുകളായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ക്രീം എല്ലാം കേടുവന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റിനേക്കാളും മോശമായ അവസ്ഥയിലായിരിക്കും. അത്രമാത്രം സ്മെല്ലായിരിക്കും വരുന്നത്, ബാഡ് സ്മെൽ. അപ്പോൾ ഈ ഒരു വിഷയം ഇന്നത്തെ എപ്പിസോഡായിട്ട് എടുക്കാനും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.